ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ചർച്ചകൾ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടത്. ജനുവരി പകുതിയോടെ ചർച്ചകൾ പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ അത് അത്ര എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് മറ്റാരേക്കാളും നന്നായി കോൺഗ്രസിനറിയാം. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശ് പോലുള്ള നിർണായക സംസ്ഥാനങ്ങളിലടക്കം സീറ്റ് വിഭജനം വലിയ തർക്കങ്ങൾക്ക് ഇടയാക്കിയേക്കും. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, രാഷ്ട്രീയ ലോക്ദൾ എന്നിവർ ഉൾപ്പെടുന്നതാണ് പ്രതിപക്ഷ സഖ്യം. എസ്-പിയാണ് ഏറ്റവും ശക്തമായ പാർട്ടി. ചൊവ്വാഴ്ച നടന്ന യോഗത്തിൽ എസ്-പി അധ്യക്ഷൻ അഖിലേഷ് യാദവും ആർ-എൽ-ഡി മേധാവി ജയന്ത് ചൗധരിയും പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കുറേ മാസങ്ങളായി കോൺഗ്രസും എസ്-പിയും ആർ-എൽ-ഡിയും സംസ്ഥാനത്ത് അത്ര നിലയിലല്ല മുന്നോട്ടു പോകുന്നത്. അടുത്തിടെ നടന്ന മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ്-പിയെ അവഗണിച്ചതിൽ അഖിലേഷ് യാദവ് കടുത്ത അതൃപ്തിയിലായിരുന്നു. രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു സീറ്റ് മാത്രം വിട്ടു നൽകിയതിൽ ആർ-എൽ-ഡിയും അസന്തുഷ്ടരായിരുന്നു. രണ്ട് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്നത് വേറെ കാര്യം. ഈ വർഷം ആദ്യം നടന്ന നഗര തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി എസ്-പിയും ആർ-എൽ-ഡിയും തമ്മിലുള്ള ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. മതിയായ സീറ്റുകൾ നൽകിയില്ലെന്നായിരുന്നു ആർ-എൽ-ഡി ആരോപിച്ചത്. എസ്-പിയും ബി-ജെ-പിയും തമ്മിലുള്ള പോരാട്ടമായിരുന്ന 2022 യു-പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ്-പി 111 സീറ്റുകളിലും കോൺഗ്രസിന് 2 സീറ്റുകളും ആർ-എൽ-ഡിക്ക് 9 സീറ്റുകളും ലഭിച്ചു. 255 സീറ്റുകൾ നേടി ബി-ജെ-പി അധികാരത്തിൽ വരികയും ചെയ്തു. അജയ് റായുടെ നേതൃത്വത്തിലുള്ള യു-പി കോൺഗ്രസ് പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ബി-ജെ-പിയും എസ്-പിയും തമ്മിലാണ് പ്രധാന പോരാട്ടം. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 21 സീറ്റുകൾ നേടിയത് ചൂണ്ടിക്കാട്ടി പാർട്ടി ഇത്തവണ 25 സീറ്റുകളിൽ കൂടുതൽ അവകാശവാദം ഉന്നയിക്കുമെന്നാണ് പല സംസ്ഥാന കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. ഞങ്ങൾ 2009 വിജയിച്ച സീറ്റുകളിലെങ്കിലും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ സീറ്റുകളെങ്കിലും ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്തിടെ നടന്ന യോഗത്തിനും സംസ്ഥാനത്ത് 20 സീറ്റെങ്കിലും ലഭിക്കണമെന്ന് തീരുമാനിച്ചിരുന്നുവെന്ന് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50 മുതൽ 60 സീറ്റുകളിൽ വരെ മത്സരിക്കാനാണ് എസ്-പി ശ്രമിക്കുന്നത്. എസ്-പി ഇത്തരമൊരു നീക്കവുമായി മുന്നോട്ടു പോകുകയാണെങ്കിൽ പരമാവധി 10 മുതൽ 15 സീറ്റുകൾ വരെയായിരിക്കും കോൺഗ്രസിന് ലഭിക്കുക. ആർ-എൽ-ഡിക്ക് 5ഓളം സീറ്റുകളും ലഭിച്ചേക്കും. ഏതായാലും സീറ്റ് വിഭജനം നടന്നാൽ മാത്രമേ ഒരുമിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കൂ എന്ന കാര്യം സത്യമാണ്.